ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി LGS അതുപോലെ LGS മെയിൻസിനായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് മാത്സിൻ്റെ പ്രോബ്ലംസുമായിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ LGSന് വേണ്ട ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുകയാണ്. നോക്കാം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2018 നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നോക്കാം എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 3, 7, 13, 21 ഈ ശ്രേണിയിൽ വിട്ട ഭാഗത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേഗം ആ ചോദ്യം അങ്ങ് എടുത്തെഴുതണേ. നോക്കാം. 1, 3, 7, 13, 21 അല്ലേ? നോക്കൂ, 1ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 3 കിട്ടും? 1 + 2 3. 3 പ്ലസ് എത്ര ചെയ്താലാ 7 കിട്ടുക? 4. 7ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാ 13 കിട്ടുക? 6 അല്ലേ? 13ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 21 കിട്ടുക? എങ്ങനെ കിട്ടും? 2, 4, 6. അപ്പോൾ അടുത്തത് എത്രയാ? 8. ഓക്കെ, അപ്പോൾ അടുത്ത എത്രയായിരിക്കും? അടുത്തത് 10 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ആൻസർ എന്താണ്? 21 + 10 31. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി, ഇത് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ജലീലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഗലീലിൻ്റെ വയസ്സായ 20 കിട്ടും. ജലീലിൻ്റെ വയസ്സും അതിൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ഗലീലിൻ്റെ വയസ്സായ 20 കിട്ടും. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും? എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും എന്നാണ് ചോദ്യം. ആൻസർ ഒന്നും ശ്രദ്ധിക്കേണ്ട, ആൻസർ 8 ആണെന്ന് കിട്ടി. പക്ഷെ അതെങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ? നോക്കാം. ജലീലിൻ്റെ വയസ്സ് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അത് X ആയിട്ട് എടുത്തു. അതിൻ്റെ 1/3 ഭാഗവും കൂട്ടിയാൽ ജലീലിൻ്റെ വയസ്സ് പ്ലസ് എന്താണ്? അതിൻ്റെ 1/3 ഭാഗം. ഏതിൻ്റെ? ജലീലിൻ്റെ വയസ്സിൻ്റെ 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ X × 1/3. എന്താണ് X × 1/3? ഓക്കെ, കൂട്ടിയാൽ ഗലീലിൻ്റെ വയസ്സായ 20 കിട്ടും. ഗലീലിൻ്റെ വയസ്സ് എത്ര? 20. ആ 20 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഇത് എന്ത് ചെയ്യാം? സോർട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഇത് ചെയ്യാം നോക്കാം. X + X × 1/3 എത്രയാണ്? X/3 ആണ് അല്ലേ? X × 1/3 എന്ന് പറഞ്ഞാൽ X/3 ആണ്. = 20. കിട്ടിയോ? 20 എഴുതിയില്ലേ? അടുത്തത് X + X/3 ആണ് അല്ലേ? അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് ഛേദം കണക്കാക്കണം. ഛേദമായിട്ടുള്ള 3 കണക്കാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3 × X ചെയ്യണം അല്ലേ? 3 × X + X / 3 അല്ലേ? = 20. കിട്ടിയോ? ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാവേ. ഇതാദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ 3x + X/3 = 20 എന്ന് കിട്ടിയോ? ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? 3x + X എത്രയാ? 3x + 1x എത്രയാവും? 4x ആവും അല്ലേ? 4x/3 = 20. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, 4x എത്രയാണ്? 4x = 20 × 3 ആണ് അല്ലേ? 20 × 3 എത്രയാ? 60 അല്ലേ? 4x = 60 ആണ്. ബാക്കി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ x എത്രയാണ്? 60/4 ആണല്ലേ? 60/4 ആണ്. 60നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. നോക്കാം, വെട്ടിപ്പോവോ നോക്കാം. 4 2 പ്രാവശ്യം, 60 2 30 പ്രാവശ്യം. ശരിയല്ലേ? എല്ലാത്തിനും പകുതി എടുത്താൽ മതി. ഇനി 30ൻ്റെ പകുതി എത്ര? 15. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലായോ? ഇനി അടുത്തത്. അപ്പോൾ എത്ര കിട്ടി? X =
എക്സ് സമം 15 എന്ന് കിട്ടി. ഓക്കെ, എക്സ് എന്ന് പറയണത് എന്താ? ജലീലിൻ്റെ വയസ്സാണല്ലേ. അങ്ങനെ ജലീലിൻ്റെ വയസ്സായ 15 പ്ലസ് 20, ഗലീലിൻ്റെ വയസ്സ് 20. ഇത് ഞാനിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താണ് ചോദിക്കുന്നത് നോക്കുക. എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും? എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആകും? ഇപ്പം നിലവിൽ നമുക്ക് അവർ രണ്ടുപേരുടെയും വയസ്സ് ആദ്യം കൂട്ടി. ജലീലിൻ്റെ വയസ്സ് 15, ഗലീലിൻ്റെ വയസ്സ് 20. എത്ര കിട്ടി? 35 എന്ന് കിട്ടി. ഓക്കെ, 35. ഈ 35ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 51 ആകും? 35ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ, എത്ര നമുക്കറിയോ ഇല്ല, അപ്പോൾ വൈ എത്ര കൂട്ടിയാൽ 51 ആവും? അപ്പോൾ വൈ എങ്ങനെ കാണുക? വൈ ഈക്വൽ ടു അല്ലേ, വൈ സമം 51 മൈനസ് 35 അല്ലേ. 51 മൈനസ് 35 എത്രയാണ് വരിക? 16 എന്ന് കിട്ടും അല്ലേ. 16 എന്ന് കിട്ടും. അപ്പോൾ 16 കൂട്ടിയാൽ 51 ആവും. നോക്കൂ, ഇത് രണ്ടും, അതായത് ജലീലിൻ്റെയും ഗലീലിൻ്റെയും വയസ്സുകൾ കൂട്ടിയാലാണ് 35. അപ്പോൾ 2 പേരുടെ വയസ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ തുക 51 ആവും എന്നാണ് ചോദിച്ചത്. നമ്മളിവിടെ 16 കിട്ടിയത്. 16, ഈ 35ൻ്റെ കൂടെ 16 കൂട്ടിയാൽ 51 ആവും. അതായത് 2 പേരുടെയും വർഷങ്ങളുടെ തുകയാണ് ഈ 16. ശരിയല്ലേ. ജലീലിൻ്റെയും ഗലീലിൻ്റെ വർഷങ്ങളുടെ തുകയാണെന്ത്? 16. അപ്പോൾ രണ്ടാൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ അല്ലേ. 16ന് ഈക്വലായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? പകുതിയാക്കിയാൽ 8. അപ്പോൾ ആൻസർ എന്താണ്? 8. കിട്ടിയോ?